പൂളങ്കരയിൽ 3 പേരെയും കടിച്ചത് പേപ്പട്ടി തന്നെ. പൂക്കോട് വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് പന്തീരങ്കാവ് മുതുവനത്തറയിൽ 3 പേരെ കടിച്ചത് പേപ്പട്ടി തന്നെയെന്ന് വ്യക്തമായി. പൂക്കോട് വെറ്റിനറി കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പട്ടിക്ക് പേ ഉണ്ടെന്ന് വ്യക്തമായത്. ഇന്നലെ വൈകിട്ട് പേപ്പട്ടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം ഉടൻ തന്നെ വാർഡ് മെമ്പർ പനങ്ങാവിൽ ഷാജിയുടെ നേതൃത്വത്തിലാണ് പട്ടിയുടെ ജഡം വയനാട്ടിലേക്ക് കൊണ്ടുപോയത്. പട്ടിയുടെ കടിയേറ്റ ചന്ദ്രന്റെ ജ്യേഷ്ഠൻ മകൻ ശിശോവും ഒപ്പമുണ്ടായിരുന്നു. രാത്രി തന്നെ പരിശോധനയ്ക്കുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ശാസ്ത്രീയമായി പട്ടിയുടെ ജഡം സംസ്കരിച്ച ശേഷമാണ് ഇവർ മടങ്ങിയത്. ഇന്ന് വൈകിട്ടാണ് പരിശോധനയുടെ ഫലം ലഭിച്ചത്. മുഖത്തും തലയിലുമെല്ലാം കടിയേറ്റ സാഹചര്യം ഗുരുതരമെന്ന ബോധ്യത്തിലാണ് പട്ടിക്ക് പേയുണ്ടോ എന്നറിയാനുള്ള പരിശോധനയ്ക്ക് മുന്നിട്ടിറങ്ങിയതെന്ന് മെമ്പർ ഷാജി പറഞ്ഞു. നമ്മൾ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതോ വിവരം കിട്ടിയ ഉടൻ തന്നെ നമ്മൾ ഈ പ്രദേശത്ത് വരികയും ആ സമയത്തേക്ക് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സംവിധാനം ചെയ്തു. അന്ന് പിന്നെ അടുത്ത ഘട്ടത്തിൽ ഈ തെരുവുനായനെ മണ്ണിനടിയിൽ കുഴിച്ചിടുക എന്നുള്ള സംവിധാനമാണ് എല്ലാ സ്ഥലത്തും ചെയ്യാറുള്ളത്. ഞാൻ തെരുവുനായ കടിച്ച സ്ഥലങ്ങളിലെല്ലാം വിളിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞ് അതിനൊന്നും നോക്കാനില്ല, അതായത് കുഴിച്ച് ഇടുക എന്നുള്ള സംവിധാനം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പരിക്കിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയ ആളുകളും തിരിച്ചു വിളിച്ചു. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം, എന്നാൽ അതിന്റെ തുടർ ചികിത്സക്ക് സൗകര്യമാവുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ വെറ്റിനറി ഡോക്ടറുമായിട്ട് സംസാരിച്ചത്. എത്രയും പെട്ടെന്ന് വയനാട് ലക്കിടിയിലുള്ള നമ്മളെ ഹോസ്പിറ്റലിലേക്ക് ഈ നായയെ കൊണ്ടുപോയത്. അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു. അവിടുന്നാണ് റിസൾട്ട് കിട്ടി. എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത്. പേപ്പട്ടി തന്നെയെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ പ്രദേശത്ത് ആവശ്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകർ നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശത്ത് നിരവധി തെരുവ് പട്ടികളും പൂച്ചകളുമൊക്കെ ഉള്ള സാഹചര്യത്തിൽ വെറ്റിനറി ഡോക്ടറുമായി കൂടിയാലോചിച്ച് വേണ്ട തുടർ പ്രവർത്തനങ്ങൾ നടത്തുവാനും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുതുവനത്തറയിൽ പേപ്പട്ടിയുടെ കടിയേറ്റവരുടെ വീടുകളിലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായവരുടെ വീടുകളിലും ഒളവണ്ണ ആരോഗ്യ വിഭാഗം സന്ദർശനം നടത്തി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ സന്തോഷ് കുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി പനങ്ങാവിൽ, ആശാപ്രവർത്തക എം ലളിത തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രൻ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനല്ലേ, സാധാരണ തെരുവ് നായില്ല, ഇതിന് നല്ല ആരോഗ്യമുള്ള ഒരു നായ, നല്ല ആരോഗ്യമുള്ള നായ. കച്ചി കൊന്നിട്ട് ശക്തമായി കിടന്ന് കുറെ നേരം, എന്നിട്ട് കുറെ കഴിഞ്ഞൊരു 1/4 മണിക്കൂർ കഴിഞ്ഞേരെ മായി വീണ്ടും എണീച്ച് പോയി മറ്റുള്ള നേരെ കടിക്കാൻ. പിന്നെ അവിടെ ആ വീട്ടിൻ്റെ അടുത്ത് മുറ്റത്തിട്ട് കച്ചുണ്ട്. നായയുമായുണ്ടായ മൽപ്പിടുത്തത്തിനിടെ കൈകളിലുണ്ടായ ചെറിയ മുറിവുകൾ പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് വീണ്ടും ചികിത്സ തേടിയത്. കൈക്ക് സാരമായി പരിക്കേറ്റ രാധ പ്ലാസ്റ്റിക് സർജറിക്കായി സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം പടിയുടെ കടിയേറ്റവരുടെ മുറിവ് കഴുകി വൃത്തിയാക്കിയ 2 പേർ പ്രതിരോധ കുത്തിവെപ്പെടുത്തു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മറ്റു 4 പേരും ഒളവണ്ണ പൊതുജന ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിരുന്നെങ്കിലും കുത്തിവെപ്പ് വേണ്ടതില്ല എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. പ്രദേശത്തെ തെരുവ് നായകൾക്ക് ഒളവണ്ണ വെറ്റിനറി വിഭാഗം കുത്തിവെപ്പ് നൽകാൻ തീരുമാനിച്ചതായും ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി പനങ്ങാവിൽ വ്യക്തമാക്കി. അടുത്ത ദിവസം തന്നെ പ്രദേശത്ത് വളരെയധികം തെരുവുനായകൾ അലഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചില ആളുകൾ അതിന് തീറ്റ കൊടുക്കുന്ന പ്രയാസവും നമ്മളെ നാട്ടുകാർ നേരിടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ്, മൃഗസംരക്ഷണ വകുപ്പ് പിന്നെ ഈ തെരുവുനായകളെല്ലാം പിടിച്ച് വാക്സിനേഷൻ ചെയ്യാനുള്ള നടപടി ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള നടപടിയാണ് അവര് മുന്നോട്ട് നീങ്ങുന്നത്. അതല്ലാതെ വേറൊരു മാർഗം ഇതില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ഈ പരിക്ക് എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റിയെല്ലാം ഗുരുതര പരിക്കാണ്, വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കാണുമ്പോൾ ആണ് അത് അവനാന് പറ്റുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുള്ളൂ.